ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി പുതിയ ഇരുമ്പ് ചട്ടി വാങ്ങിയതോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ തുരുപിടിച്ച് കിടക്കുന്നതുമായ ചട്ടികളോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് മയക്കിയെടുക്കാം എന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്കയുടെ അളവിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലെ ഇത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഈ ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാതെ കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചതായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാനിത് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ശരി, വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഉള്ളിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇത് കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയി കിട്ടും കേട്ടോ. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ട ടിപ്പുകളും ട്രിക്കുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ പിടിയിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ തുരു പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം ചട്ടി. അപ്പോൾ ഇത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇനി ഇത് ചൂട് ആറിയതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. കണ്ടോ, പുളിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, അതിൽ ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല തേച്ച് കഴുകി കളയാം. ഒരു സ്ക്രബ്ബറോ ചകിരിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ല തേച്ച് ആ പുളിയൊക്കെ അതിൽ നിന്ന് കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ കഴുകണം. ഡിഷ് വാഷോ നിങ്ങൾ എന്താണോ പാത്രം കഴുകാൻ യൂസ് ചെയ്യണത് അത്. ഞാനിപ്പോൾ വിംബാറാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അത് ഇതുപോലെ ചകിരിയിലാക്കിയിട്ട് ഒന്ന് നന്നായി തേച്ച് കഴുകിയെടുക്കാം. ഇനി അതിൽ തുരുമ്പുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നല്ല ഇപ്പോൾ തേച്ചപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടില്ലേ? അപ്പോൾ ഞാൻ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തുണി വെച്ച് നന്നായി അതിലുള്ള വെള്ളം എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ, തുരുവൊക്കെ പോയിട്ടുണ്ട്. ചട്ടി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെണ്ണയായാലും കുഴപ്പമില്ല, ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് അതിൽ ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് തേച്ചാലും മതി. ഞാനിപ്പോൾ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഉള്ളിലും അതേപോലെ പുറം വശത്തും തിരിച്ച് വെച്ചിട്ട് പുറം ഭാഗത്തും എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്താൽ പിന്നെ ഇനി ഇത് തുരുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെക്കാം.
എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എണ്ണ ചൂടാവുമ്പോൾ കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഈ ചട്ടിയിലിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വാട്ടി എടുത്തിട്ടില്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഒരു കഷ്ണം സവാള എടുത്തിട്ട് അത് എണ്ണയിൽ തൊട്ടിട്ട് ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ശരി എണ്ണ ഒഴിച്ച് ഇതുപോലെ എല്ലാ സ്ഥലത്തും കയ്യിൽ വെച്ച് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇനി ഇതിന് ഇങ്ങനെ ചട്ടി മയക്കാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തത്. ഇല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊരു തട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഈ ചട്ടി അതിൽ മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് വൈകുന്നേരം ഇട്ട് വെച്ചാൽ രാവിലെ എടുത്തിട്ട് നമുക്കത് നന്നായി കഴുകിയതിന് ശേഷം പൊടിയുപ്പും അതുപോലെ വിനിഗറും നന്നായി മിക്സ് ചെയ്ത്, ഇപ്പോൾ ഞാൻ പുളി തേച്ച് പിടിപ്പിച്ച് അതേപോലെ തേച്ച് പിടിപ്പിച്ച് ഡ്രൈ ആയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നന്നായി തേച്ച് കഴുകി ഇതേപോലെ ചെയ്താൽ മതി. കഴുകിയതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചെയ്ത പോലെ തന്നെ എണ്ണ തേച്ച് ഇതുപോലെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അത് മയക്കിയെടുക്കാം. അതും ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ഇത് ഒരിക്കലും പോവാതെ ചട്ടി കുക്ക് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം കഴുകാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കളയാം. ഇത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കളഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇതിൽ ആദ്യം തന്നെ ഒരു ഉപ്പേരിയൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. എണ്ണമയുള്ള സാധനം എന്തെങ്കിലും പൊരിച്ചെടുക്കുക, അപ്പോൾ ചട്ടി നന്നായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം കഴുകിയിട്ട് എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ എണ്ണ കുറച്ച് ചെറുതായി സ്പ്രെഡ് ചെയ്ത് തേച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പോൾ എപ്പോഴും എടുക്കാത്ത ചട്ടിയൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്ത് വെച്ചാൽ തുരു പിടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.